I've been thinking about myself today, thinking how I changed, how I really don't care if you are here or if you don't stay. Now I'm feeling those winter blues. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓർത്തു നമുക്കൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന്. അന്ന് ബർത്ത്ഡേ വ്ളോഗ് ചെയ്തിട്ട് ഞാൻ പോയതാണ്, പിന്നൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇനി ഞാൻ അത്യാവശ്യം നാച്ചുറൽ ലൈറ്റിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മുഖത്തെ കുരുക്കളും എന്താ പറയുക, മുഖത്തിൻ്റെ കുറവുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ക്ഷമിക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഞാനായിട്ട് കണ്ടങ്ങടി ഇഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു തലയിൽ എണ്ണ തേച്ച് കുളിക്കാമെന്ന്. ചിലപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഫ്രെയിം പോകും, ആരും വിഷമിക്കണ്ട, തിരിച്ച് ഞാൻ വരും. അപ്പം ഞാൻ ഓർത്തു എണ്ണ തേച്ച് കുളിക്കാമെന്ന്. എനിക്ക് മൈക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എത്രത്തോളം അത് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പോയി എണ്ണ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എണ്ണയുള്ളിടത്തേക്ക് വന്നു. നമ്മളെ തേടിയൊന്നും വരത്തില്ല, നമ്മളെല്ലാം അതിനെ തേടി ചെല്ലണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാച്ചെണ്ണയാണ് കേട്ടോ, നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ഞാൻ എണ്ണ തൂക്കുന്നത് ഭയങ്കര മടിച്ചുകളുടെ രീതിയിലാണ്. ഇടയ്ക്ക് ഞാൻ കണ്ണാടിയിലേക്ക് നോക്കും, അതൊന്ന് ക്ഷമിച്ച് വിടുക. ഇങ്ങനെയാണ് ഞാൻ എണ്ണ തൂക്കുക. ഭയങ്കര എളുപ്പമാണ്. നിങ്ങളൊരു മടിച്ചാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത്രയാണ് ഞാൻ കുപ്പിയിൽ നിന്നെടുത്ത് തൂക്കുക. ബാക്കി ഞാൻ ഇങ്ങനെ തൂക്കും. തിരിച്ചു വെക്കാം. കയ്യിലിങ്ങനെ തിരുമ്പ. ഞാൻ വാഷ്റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന കേട്ടോ തലയിൽ എണ്ണ തേക്കണേ, കാരണം ഇല്ലെങ്കിൽ പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇല്ലേ എല്ലായിടത്തും മുടി വീണ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അസൗകര്യമാകണ്ടല്ലോ. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നാട്ടിൽ ചെന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ പാവല്ലേ. പക്ഷേ നമ്മൾ അത് കേട്ടില്ല. നമ്മൾ വീണ്ടും വീണ്ടും മരുന്ന് കഴിക്കാതെ എനിക്ക് മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ വ്ളോഗ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഉണ്ടെങ്കിൽ മാക്സിമം മരുന്നൊക്കെ കഴിക്കുക. ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഫുഡോ, ഒക്കെ ഫുഡ് കഴിച്ച് ശരിയാകുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇല്ലേച്ചാൽ ഒന്നാമത് എനിക്ക് മുടിയില്ല, ഇതിൽ നിന്ന് എന്ത് പോയിട്ട് എന്ത് കിട്ടാനോ എനിക്കറിയില്ല. അപ്പോൾ തല നിറച്ച് ഞാൻ എണ്ണയിൽ കുളിച്ച് നിൽക്കുകയാണ്. അപ്പം നമുക്ക് മുടി കെട്ടി ഒരു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഈ അരമണിക്കൂർ സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്കൊരു ബുക്ക് വായിക്കാമെന്ന്. പണ്ടൊത്ത് കാവിൽ യക്ഷി. ഇങ്ങനെ തന്നെയാണോ കാണുന്നത്? അതെ. യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണറും കാണിച്ചത് ഞാൻ ഈ ലോറിയൽ പ്രൊഫഷണലിൻ്റെ ആബ്സല്യൂട്ട് റിപ്പയർ ഈ ഷാമ്പും ഈ ഹെയർ മാസ്കും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകും. നല്ലോണം വാഷ് ചെയ്തു. ഇത് പുതിയ സ്റ്റൈലാണ്. നല്ലോണം വാഷ് ചെയ്ത് തന്നെ നമുക്ക് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബോഡി മിസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ബോഡി ലോഷൻ, ഇത് ബോഡി ബട്ടർ നമ്പർ 7. എൻ്റെ ബർത്ത്ഡേ ഹോൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് പരിചയമുണ്ടായിരിക്കും, കാരണം ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടിയൊന്ന് സ്റ്റൈൽ ചെയ്തിടാൻ പോവുകയാണ്. എപ്പോഴും ഞാനിങ്ങനെ മുടി ബ്ലോ ഡ്രൈ ചെയ്യാറൊന്നുമില്ല. ചില ദിവസങ്ങളിൽ നമുക്കൊരാഗ്രഹം തോന്നുമല്ലോ, ഓക്കെ മുടി ബ്ലോ ഡ്രൈ ചെയ്യാമെന്ന്. ഈ മൂസ് ഞാൻ ചിലപ്പം ഇത് നനവോടെ ചേർക്കും, ചിലപ്പം ഞാൻ മുടി ഫസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ചെയ്യും. എന്തായാലും ആദ്യം നമ്മൾ ഈ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് ഇതല്ല, ഏതെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ മുടി സ്റ്റൈൽ ചെയ്യുമ്പോൾ. ഞാൻ അങ്ങനെ ഇന്നത് എന്നൊന്നുമില്ല, ഏതേലൊക്കെ ഉപയോഗിക്കും. അല്ല, ഇത് ഞാൻ പണ്ട് എൻ്റെ മുടിക്കൊരു പ്രത്യേകതയുണ്ട്.
എൻ്റെ മുടി എത്ര സ്റ്റൈൽ ചെയ്ത് നിന്നാലും സ്റ്റൈൽ ചെയ്ത് കിടക്കത്തില്ല. അതിൻ്റെ പഴയ സ്ട്രക്ചറിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു പരിപാടിക്ക് എൻ്റെ മുടി ചെയ്തപ്പോൾ അവർ ഇത് യൂസ് ചെയ്തു. അവരും ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് നല്ലോണം യൂസ് ചെയ്തിട്ടാണ്, അല്ല ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റും പോട്ടെ, കണ്ണ് ചൊറയാണ്, സെറ്റിംഗ് സ്പ്രേ നല്ലോണം യൂസ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇതായിരുന്നു അന്ന് അവർ ഉപയോഗിച്ച ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഉപയോഗിച്ച് നോക്കാം, മുടി നിൽക്കട്ടെ. അത് സലൂണിലായിരുന്നു. അപ്പോൾ ഇത് ഉണക്കിയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ മുടി ഒരു 70% കൂടുതൽ എൻ്റെ ഉണങ്ങി. അത്രയൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് മാറ്റണം. ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രഷ് വെച്ച് കൊടുക്കണം. ഞാൻ ഇങ്ങനെ മുടി ഫുള്ളായിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്തില്ല, ജസ്റ്റ് ഫ്രണ്ട് പോർഷൻ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിടുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ഉണങ്ങാനുണ്ട് ഇവിടെ ഒക്കെ, പക്ഷേ നമ്മൾ ഇത്രയേ ചെയ്തിടുന്നുള്ളൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ കുറച്ച് സിറം കൂടി അപ്ലൈ ചെയ്യും. ഇത് ലോറിയലിൻ്റെ സിറമാണ്. സിറം ഫുൾ ഹെയർ തേച്ച് ഇത്രേ ഉള്ളൂ. മുടി അത്യാവശ്യം ഒന്ന് സെറ്റായി കിടപ്പുണ്ട്. ഭയങ്കരമായിട്ട് കിടക്കുകയായാലും എൻ്റെ മുടി. ഇതും മിക്കവാറും 2 ദിവസമല്ല 2 മണി. ഇപ്പോൾ രാത്രി 7 മണിയായി. നമ്മുടെ വ്ളോഗിൽ കൂടുതൽ നമ്മൾ ഈ ഒരു പരിസരമായിരിക്കും കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇച്ചിരി തേങ്ങാവെള്ളം, എനിക്ക് ഈ സമയത്ത് ചായ കാപ്പി കുടിക്കുന്ന ശീലമില്ല, അതുകൊണ്ട് നമുക്ക് തേങ്ങാവെള്ളവും കുടിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കറക്ഷൻ ഉണ്ട് ഗൈസ്, പണ്ടോത്ത് കാവിരിയല്ല പാണ്ടോത്ത് കാവിരി. ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവുകയാണ്. വൈകിട്ട് ആഫീസിക്ക നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിക്കാനും ഞാൻ പോകുമായിരിക്കും. ഇത് നല്ല രസമുണ്ട്. നമുക്ക് നാദു ഷാർജ ഉണ്ടാക്കുന്നത്. നാദൊരു ഹായ് പറഞ്ഞേ. ഇതേ വ്ളോഗിലിടുവേ. ഷാർജ ഷേക്കിന്റെ ബ്ലോഗാണ്. കുക്കീസും നമ്മൾ TV കണ്ടോണ്ടിരിക്കുകയാണ്. ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആഫീസിൽ നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ്. നെയ്ച്ചോറും ബീഫും അല്ല നമുക്ക് എന്നുള്ളത്. നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫും ആണുള്ളത്. ആഫീസിക്കടെ അല്ല, നാദുവിൻ്റെ നെയ്ച്ചോറും എന്തുവെന്നത് ചിക്കൻ കറി. ആഫീസൊക്കെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി ആഫീസുകാരെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണ്, ആഫീസൊക്കെയുടെ വീട്ടിലേക്ക്. എൻ്റെ കയ്യിൽ ഒരു പാഴ്സലുണ്ട്, നാളെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇന്ന് വണ്ടി കയറ്റി വെക്കാൻ പോകണം. ഇത് നാളെ റിട്ടേൺ ചെയ്യാനുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇന്ന് എളുപ്പത്തിന് വേണ്ടി കൊണ്ടുപോയി വെക്കുന്നതാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങുമായിരിക്കും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എൻ്റെ പുറകിൽ ബിന്ന് കളക്ട് ചെയ്യാൻ നാളെ വല്ലതായിരിക്കും കളക്ട് ചെയ്യാൻ, എനിക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അത്രേ ഉള്ളൂ. ബൈ.